നമ്മൾ ഇന്ന് കാണുന്ന മയ്യത്ത് കട്ടിലിന് പിന്നിൽ ഒരു കഥയുണ്ട്. മരിച്ച മണ്ണോട് ചേരും വരെ നാഥന്റെ കൽപ്പന തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന ഒരു സ്ത്രീയുടെ തീരുമാനത്തിൽ നിന്നുമുണ്ടായ കഥ. ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടം. മയ്യത്തുകൾ ഇന്നത്തെ പോലെ മറയോ ഒന്നുമില്ലാതെ കൊണ്ടുപോയിരുന്ന കാലം. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ അസ്മാ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, അസ്മാ, ഞാൻ മരണപ്പെട്ട് എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾക്ക് എൻ്റെ ശരീരാകൃതി മനസ്സിലാക്കാൻ സാധിക്കൂലേ? അസ്മാ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു, ഫാത്തിമ, അതിനന്ന് നീ മയ്യത്തല്ലേ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മയ്യത്താണെങ്കിൽ പോലും എൻ്റെ ശരീരാകൃതിയോ മറ്റും ആരും മനസ്സിലാക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു മയ്യത്ത് മറയോടുകൂടി കൊണ്ടുപോകുന്നത്. അതും ഹബീബിൻ്റെ പുന്നാരമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്രമേൽ സൂക്ഷ്മത പാലിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹയും സഹാബാക്കളെല്ലാം കയറി ചെന്ന സ്വർഗത്തിൻ്റെ സുഗന്ധമെങ്കിലും ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഇനിയും ഒരുപാട് മാറേണ്ടതില്ലേ?